സമയം ഏകദേശം രാത്രി 2 മണിയായിരിക്കുന്നു. പോലീസ് പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് പോലീസ് അവിടെ ഒരു ഭാഗത്ത് ആരുമില്ലാത്ത സ്ഥലത്ത് ഒരു ടൊയോട്ട കാർ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. എന്തുകൊണ്ടാണ് ഈ വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോലീസുകാർ ആ കാറിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കി. എന്നാൽ ആ കാറിൽ ആരുമില്ലായിരുന്നു. പോലീസുകാരിൽ ഒരാൾ ആ കാറിൽ തൊട്ടു നോക്കിയപ്പോൾ വളരെയേറെ ചൂടുണ്ടായിരുന്നു. മാത്രമല്ല ആ കാറിന്റെ താക്കോലും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല കാറിന്റെ ബാക്ക് സൈഡിൽ ഒരു ചെറിയ ബാഗും ഒരു പാക്കറ്റ് സിഗരറ്റും ഉണ്ടായിരുന്നു. ഇത് കണ്ട പോലീസുകാർ വിചാരിച്ചത് ആ കാർ ആരോ മോഷ്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടതാണെന്നാണ്. ആ കാറിന്റെ മേലെ പോലീസുകാർക്ക് സംശയം ഉണ്ടായിരുന്നെങ്കിലും ആ കാർ അവിടെ വിട്ടിട്ട് പോലീസുകാർ വീണ്ടും പെട്രോളിങ്ങിന് പോയി. അതേസമയം ആ കാർ ഇരിക്കുന്ന സ്ഥലത്തെ ഏരിയയിൽ ഒരു വീട്ടിൽ ബെക്കി ഡേവിഡ് എന്നൊരു ദമ്പതികൾ ഉണ്ടായിരുന്നു. ഇവർക്ക് 18 വയസ്സ് മാത്രം പ്രായമുള്ള എലൈൻ നിക്സ് എന്നൊരു പെൺകുട്ടിയുണ്ട്. എന്നാൽ എലൈൻ എന്ന ആ പെൺകുട്ടി അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വിചാരിച്ചത് ആ പെൺകുട്ടി അവരുടെ സുഹൃത്തുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വീട്ടിലോ താമസിക്കാൻ പോയതായിരിക്കുമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എലൈൻ നിക്സിനെ അന്ന് രാത്രി കാണാതെ പോയിരിക്കുകയായിരുന്നു. അന്ന് രാത്രി 2 മണിക്ക് പോലീസുകാർ കണ്ട ആ കാർ സത്യത്തിൽ എലൈൻ നിക്സിന്റെ ആയിരുന്നു. ആ കാറിൽ യാത്ര ചെയ്ത എലൈൻ നിക്സിന് എന്ത് സംഭവിച്ചു? നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു ക്രൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. എലൈൻ നിക്സ്. ഈ പെൺകുട്ടിക്ക് 18 വയസ്സുണ്ട്. എലൈൻ നിക്സ് എപ്പോഴും വീട്ടിലുള്ള ഫോൺ വഴി തന്റെ ബോയ്ഫ്രണ്ടുമായി എപ്പോഴും സംസാരിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ മാസവും ആ വീട്ടിൽ വരുന്ന ഫോൺ ബില്ല് വളരെ വലുതാണ്. ഒരു ദിവസം $17,000 വരെ ഫോൺ ബില്ല് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം എലൈൻ നിക്സിന്റെ അമ്മ ലോങ് ഡിസ്റ്റൻസ് കോൾ എല്ലാം ബ്ലോക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ എലൈൻ നിക്സിനോട് നിനക്ക് ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ വേറെ ഫോൺ ഉപയോഗിച്ച് സംസാരിക്കാൻ പറഞ്ഞു. സെപ്റ്റംബർ 20, 1999 എലൈൻ നിക്സ് ഒരു ദിവസം വീട്ടിൽ ഫോൺ ചെയ്യാൻ സാധിക്കാത്തത് മൂലം കോൾ ചെയ്യാൻ വേണ്ടി പുറത്തുപോയി. അതും രാത്രി 11 മണിക്ക്. എലൈൻ നിക്സ് പോയത് തന്റെ വീട്ടിലുള്ള ടൊയോട്ട കാറിലായിരുന്നു. തന്റെ ബോയ്ഫ്രണ്ടായ ബില്ലിയോട് സംസാരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ടെലിഫോൺ ബൂത്ത് ഉണ്ടോ എന്ന് നോക്കി ഒരുപാട് നേരം എലൈൻ നിക്സ് യാത്ര ചെയ്തു. അങ്ങനെ ഏകദേശം 5 മിനിറ്റോളം യാത്ര ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള MT പാർക്കിംഗ് ലാൻഡിൽ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് സാക്സ് ഫുഡ്സ് എന്ന ഒരു ഫുഡ് സ്റ്റോറും ഉണ്ട്. എന്നാൽ രാത്രി 11 മണി ആയതുകൊണ്ട് തന്നെ ആ ഫുഡ് സ്റ്റോർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എലൈൻ നിക്സ് ആ ഫുഡ് സ്റ്റോറിന്റെ വാതിൽക്കൽ കാറ് നിർത്തിയിട്ട് ആ ടെലിഫോൺ ബൂത്ത് ലക്ഷ്യമാക്കി നടന്നു. ഫോണിൽ സംസാരിക്കാനുള്ള പണം മാത്രമായിരുന്നു ആ സമയം എലൈൻ നിക്സിന്റെ കയ്യിലുണ്ടായിരുന്നത്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കാറിൽ തന്നെയായിരുന്നു. മാത്രമല്ല ആ കാറിന്റെ താക്കോലും കാറിൽ തന്നെയായിരുന്നു. ശേഷം രാത്രി ഒരുപാട് നേരമായിട്ടും എലൈൻ നിക്സ് വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. അതുകൊണ്ട് തന്നെ എലൈൻ നിക്സിന്റെ അമ്മയ്ക്ക് എലൈൻ എവിടെ പോയി എന്നുള്ള ഒരു സംശയം തോന്നി. ഈ കാര്യം പുതിയതായിട്ട് സംഭവിച്ചതല്ലായിരുന്നു. കാരണം ഇതിനു മുമ്പും എലൈൻ ഒരുപാട് തവണ വീട്ടിൽ പറയാതെ സുഹൃത്തുക്കളുടെ വീട്ടിലോ കസിൻസിന്റെ വീട്ടിലോ പോയി താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എലൈൻ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് എലൈന്റെ അമ്മ വിചാരിച്ചു. എന്നാൽ രാവിലെയായിട്ടും എലൈൻ വീട്ടിലേക്ക് തിരിച്ചു വരാത്തത് കൊണ്ട് തന്നെ എലൈന്റെ അമ്മ എല്ലാവരോടും ഫോണിൽ വിളിച്ച് അന്വേഷിച്ചു. എന്നാൽ എലൈനെ കുറിച്ചുള്ള ഒരു വിവരങ്ങളും ലഭിച്ചില്ല. ഉടൻ തന്നെ എലൈന്റെ അച്ഛനും അമ്മയും കാർ എടുത്തുകൊണ്ട് പുറത്തുപോയി അന്വേഷിച്ചു. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് സാക്സ് ഫുഡ് സ്റ്റോറിന്റെ അടുത്ത് നിർത്തിയിട്ടിരിക്കുന്ന എലൈന്റെ ടൊയോട്ട കാർ കാണുന്നത്. ഉടൻ തന്നെ എലൈന്റെ അമ്മ കാറിൽ എലൈൻ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ എലൈൻ ആ കാറിൽ ഇല്ലായിരുന്നു. പകരം എലൈന്റെ കാറിന്റെ ചാവി മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ചുറ്റുമുള്ള പരിസരങ്ങളിൽ എലൈൻ ഉണ്ടോ എന്ന് പരിശോധിച്ചു നോക്കി. എന്നാൽ അവിടെ എങ്ങും എലൈൻ ഇല്ലായിരുന്നു. സാധാരണയായിട്ട് എലൈൻ മറ്റുള്ളവരുടെ വീട്ടിൽ താമസിക്കുമെങ്കിലും കാർ ഇങ്ങനെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എലൈൻ എവിടെയും പോകില്ല. അതുകൊണ്ട് തന്നെ എലൈന്റെ അമ്മയ്ക്ക് ഒരുപാട് സംശയവും ഭയവും തോന്നി. അതുമാത്രമല്ല എലൈന്റെ ബാഗും സിഗരറ്റുകളും ആ കാറിൽ തന്നെ ഉണ്ടായിരുന്നു. സാധാരണയായിട്ട് എലൈൻ എവിടെയെങ്കിലും പോയാൽ ഇത് എടുത്തുകൊണ്ട് പോകുന്നതാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഈ സാധനങ്ങൾ എലൈൻ എടുത്തുകൊണ്ട് പോകാത്തതെന്നുള്ള സംശയവും അതോടൊപ്പം തന്നെ ഭയവും എലൈന്റെ അമ്മയ്ക്ക് തോന്നി. ഉടൻ തന്നെ എലൈന്റെ അമ്മ ആ കാർ അവിടെ നിന്നും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയതിനു ശേഷം പോലീസിൽ ഇക്കാര്യം പറഞ്ഞു. അതിനുശേഷം ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. മാത്രമല്ല ഒരുപാട് പേര് എലൈനെ അന്വേഷിച്ച് മുന്നോട്ടേക്ക് വരികയും ചെയ്തു. അതോടൊപ്പം തന്നെ എലൈന്റെ ഫോട്ടോ ഉപയോഗിച്ച് മിസ്സിംഗ് പോസ്റ്ററും തയ്യാറാക്കി. ആ സമയത്ത് എലൈന്റെ ഫാമിലിയിലുള്ളവരും അമ്മയും അച്ഛനും ബോയ്ഫ്രണ്ടും സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന് എലൈനെ അന്വേഷിക്കാൻ തുടങ്ങി. ആ പ്രദേശത്തുള്ള കാട്ടിലും കായലുകളിലും എലൈനെ അന്വേഷിച്ചു. എന്നാൽ അവിടെ എങ്ങും എലൈനെ അവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതേസമയം പോലീസുകാർ ആ ടെലിഫോൺ ബൂത്തിലെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചു. അങ്ങനെയാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. എലൈൻ ഏകദേശം 1 മണിക്കൂറോളം ആ ടെലിഫോൺ ബൂത്ത് വഴി തന്റെ ബോയ്ഫ്രണ്ടായ ബില്ലിയുമായി സംസാരിച്ചിരുന്നു. ശേഷം രാത്രി കൃത്യം 12:10 ആ കോൾ കട്ടാവുകയും ചെയ്തു. അതിനുശേഷം രാത്രി 2 മണിക്കാണ് തുടക്കം പറഞ്ഞ പോലെ പോലീസുകാർ നിർത്തിയിട്ടിരിക്കുന്ന ടൊയോട്ട കാർ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ എലൈൻ കോൾ കട്ടാക്കിയതിനു ശേഷവും പോലീസുകാർ ആ ടൊയോട്ട കാർ കാണുന്നതിനിടയിലുമാണ് എലൈൻ എന്തോ സംഭവിച്ചിരിക്കുന്നത്. പോലീസുകാർ ആ ടെലിഫോൺ ബൂത്തിന്റെ അടുത്തായിട്ടുള്ള സാക്സ് ഫുഡ് സ്റ്റോറിലും അതുപോലെ തന്നെ അതിനടുത്തായിട്ടുള്ള CCTV ക്യാമറകളിലും പരിശോധന നടത്തി. CCTV ക്യാമറകളിൽ പരിശോധന നടത്തിയപ്പോഴാണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായത്. എലൈൻ കോൾ കട്ടാക്കിയതിനു ശേഷം അതേസമയം അവിടേക്ക് ഒരു ബ്ലാക്ക് കളർ പിക്കപ്പ് ട്രക്ക് വന്നിരുന്നു. അതിനുശേഷം
ശേഷം കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആ പിക്കപ്പ് ട്രക്ക് അവിടെ നിന്നും പോയി. ഇത് മാത്രമാണ് ഈ കേസിൽ ഒരു തെളിവായിട്ട് ലഭിച്ചത്. എന്നാൽ ആ വണ്ടി എന്തിനാണ് അവിടെ വന്നതെന്നുള്ള ഒരു ഡീറ്റെയിൽസും ലഭിച്ചില്ല. 20 വർഷം മുമ്പായതുകൊണ്ട് തന്നെ അന്നത്തെ CCTV ക്യാമറകളിലെ ഡീറ്റെയിൽസും ക്ലാരിറ്റിയും വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വണ്ടിയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ആർക്കും ലഭിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സെപ്റ്റംബർ 29-ാം തീയതിയിൽ ആ ടെലിഫോൺ ബൂത്തിന്റെ അടുത്തു നിന്നും കുറച്ചു മാറിയായി ഒരു കാട്ടിൽ വസ്ത്രങ്ങളില്ലാത്ത ഒരു പെൺകുട്ടിയുടെ ശരീരം ലഭിച്ചു. അതും വളരെ ഡീകമ്പോസ് ആയ രീതിയിൽ. അതുമാത്രമല്ല, മുഖം വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്നാൽ ആ ശരീരത്തിലുണ്ടായിരുന്ന ടാറ്റുകളെല്ലാം എലൈനിക്സ് എന്ന പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന അതേ ടാറ്റുകളായിരുന്നു. ഒരു പക്ഷേ ഇത് എലൈനിക്സ് ആയിരിക്കും എന്നുള്ളൊരു സംശയം എല്ലാവർക്കും തോന്നി. ശേഷം മറ്റു ശാസ്ത്രീയമായ പരീക്ഷണത്തിന് ശേഷം ഇത് എലൈനിക്സിന്റെ ശരീരമാണെന്ന് മനസ്സിലായി. ശരീരത്തിൽ വസ്ത്രമില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചത് എലൈനിക്സിനെ ആരോ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായിരിക്കുമെന്നാണ്. അതുമാത്രമല്ല, ആ ശരീരത്തിൽ ഒരു തരത്തിലുള്ള പരിക്കുകളും ഇല്ലായിരുന്നു. ഇതിൽ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ എന്ത് കാരണം മൂലമാണ് എലൈനിക്സ് മരണപ്പെട്ടതെന്നുള്ളത് കണ്ടെത്താൻ സാധിച്ചില്ല. മെഡിക്കൽ റിപ്പോർട്ടിൽ അൺഡിറ്റർമൈൻഡ് എന്നാണ് മെൻഷൻ ചെയ്തത്. എലൈനിക്സിനെ കാണാതാവുന്നതിന് മുമ്പ് ആ പെൺകുട്ടി ധരിച്ചത് വൈറ്റ് ടീഷർട്ടും ഗ്രീൻ കളർ പാൻറ്റും ഒരു ഷൂസുമാണ്. എന്നാൽ ആ പ്രദേശത്ത് നിന്നും ഇതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതുമാത്രമല്ല, ഇതൊക്കെ ആരാണ് ചെയ്തതെന്നുള്ളതും കണ്ടെത്താൻ സാധിച്ചില്ല. എലൈന് എന്ത് സംഭവിച്ചു? ഇതാരാണ് ചെയ്തത്? ഇത് ചെയ്ത വ്യക്തിയുടെ ലക്ഷ്യം എന്തായിരുന്നു? അന്ന് രാത്രി ആ ട്രക്ക് അവിടെ എന്തിനായിരുന്നു വന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെ ഉത്തരങ്ങൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ശേഷം എലൈനിക്സിന്റെ മാതാപിതാക്കൾ തന്റെ മകളുടെ മരണത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് വരെ പ്രഖ്യാപിച്ചു. അതുമാത്രമല്ല, ചില വർഷങ്ങളിൽ ഒരുപാട് ന്യൂസ് ചാനലുകൾ ഈ സംഭവത്തെക്കുറിച്ച് ചാനലുകളിൽ ചർച്ച നടത്തി. എന്നാൽ ഈ കേസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും എവിടെ നിന്നും ലഭിച്ചില്ല. അവസാനം ഈ കേസ് ഒരു ചുരുളഴിയാത്ത സംഭവമായി മാറി. ഇന്നും പലരും ഈ കേസിന്റെ ചുരുളഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിനൊന്നും ഇതുവരെ ഒരു ഫലവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക.